ഹലോ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും വെൽക്കം. സോ പ്രീവിയസ് ക്ലാസ്സസിൽ മൂവിങ് ചാർജസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ സോളിനോയിഡ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിലായിരുന്നു നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. സോ എല്ലാവരും ആ ഓൾഡ് വീഡിയോസൊക്കെ കണ്ട് അതിലെ കോൺസെപ്റ്റുകളൊക്കെ ക്ലിയർ ആക്കി എന്ന് വിചാരിക്കുന്നു. സോ അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്ക് ആ സോളിനോയിഡിൻ്റെ റിമൈനിങ് പാർട്ട്, അതിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സുകളും അതുപോലെ തിയറികളും പ്രൂഫും ബാക്കി വരുന്ന ഈ ചാപ്റ്ററിലെ കണ്ടിന്യൂഷൻ പാർട്സുമാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗെയിൻ വെൽക്കം ഓൾ ഓഫ് യു. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ, നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ടോപ്പിക്സുമായിട്ട് വരുന്ന ഡൗട്ട്സുകളും അതുപോലെയുള്ള കോൺസെപ്റ്റ്സുകളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആക്കി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഓക്കെ, സോ ഞാൻ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാണ്. ഓൾറെഡി നമ്മൾ സോളിനോയിഡിനെ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. അപ്പോൾ സോളിനോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെലിക്സ് ഷേപ്പിലുള്ള ഒരു സ്പ്രിങ് രൂപത്തിൽ ചെമ്പ് കമ്പി അല്ലെങ്കിൽ കോപ്പർ വയറിനെ ചുറ്റിയെടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സോളിനോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സോളിനോയിഡിന്റെ കേസിൽ എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ വരുന്നത് എന്നാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു സോളിനോയിഡ് എടുത്ത് അതിൻ്റെ സെന്റർ നമ്മൾ ബ്രേക്ക് ചെയ്യുന്നു, ഇപ്പോൾ കത്തി എടുത്ത് മുറിക്കുക, അങ്ങനെയൊക്കെ ഒരു കോൺസെപ്റ്റ് ആലോചിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഫിഗറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ക്രോസ് സെക്ഷണൽ വേസ് അതിന് നമ്മൾ കട്ട് ചെയ്ത് വെച്ചു. സോ അങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ക്വയർ ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു റെക്ടാങ്കുലാർ ഷേപ്പിൽ ഒരു പാർട്ട് ഇവിടെ കൊടുത്തത് നിങ്ങൾക്ക് കാണാം. സോ അതിൽ ആ ഒരു ഷേപ്പിൽ ഇപ്പൊ ഇവിടെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് വൺ സൈഡ് ഇൻ ടു ദ പേപ്പർ എന്ന് പറയാം. സോ മുകളിൽ നമുക്ക് എങ്ങനെയാണ് പറയാം, ഔട്ട് ഓഫ് ദ പേപ്പർ എന്ന് പറയാം അല്ലെ. ഇപ്പൊ ഇവിടെ ഇൻ ടു ആണെങ്കിൽ ഇവിടെ എങ്ങനെയായിരിക്കും, ഔട്ട് ഓഫ് ദ പേപ്പർ ആയിരിക്കും. ഓൾറെഡി ഈ ഒരു ചാപ്റ്ററിന്റെ ഇനീഷ്യൽ മോഡില് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഡോട്ട് കോൺസെപ്റ്റും അതുപോലെ തന്നെ ക്രോസ് കോൺസെപ്റ്റും. ഓക്കെ, അപ്പൊ ക്രോസ് ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് പഠിച്ചു വെക്കാം. ഇൻറ്റു എന്ന് നമ്മൾ പറയാറില്ലേ, മാത്തമാറ്റിക്കലി പറയാം ഇൻറ്റു എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അപ്പോൾ ഇൻറ്റു എന്ന് പറയുമ്പോൾ ഇൻറ്റു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ. ഡോട്ട് എന്ന് പറയുമ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ്, എക്സാക്ട് ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഔട്ട് ഓഫ് ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ എന്ന് പറയാം. ഓക്കെ, ആ ഒരു കോൺസെപ്റ്റ് ആണെങ്കിൽ സി ഇവിടെ ഒരു റെക്ടാങ്കുലാർ ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. സോ അതിൽ 4 ലെറ്റേഴ്സ് ABCDയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ ഡിയർ സ്റ്റുഡൻസ്, ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് സി ആണ്, ഇത് ഡി ആണ്. ഇനി ഇതില് ഏതെല്ലാം പാർട്ടിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത്, എവിടെ ഉണ്ടാകുന്നില്ല എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആക്ച്വലി ഈ ഒരു CD എന്ന് പറയുന്ന പാർട്ട് അവിടെ ഒന്നും ഉണ്ടാവില്ല. കാരണം അത് സോളിനോയിഡിന്റെ ഔട്ട്സൈഡ് ആണ്, എക്സ്റ്റേർണൽ ആണ്. അപ്പോൾ പുറത്ത് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ പിന്നെ ആ പാർട്ടിനെ കുറിച്ച് ഇനി നമുക്ക് തിങ്ക് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. നോ നീഡ് ടു ടെൻഷൻ അബൌട്ട് ദാറ്റ്. ആ പാർട്ട് കഴിഞ്ഞു. ബാക്കി നിങ്ങൾ നോക്കൂ, AD എന്ന് പറയുന്ന പാർട്ടും BC എന്ന് പറയുന്ന പാർട്ടും, ADയും BCയും ആക്ച്വലി അവിടെ തീറ്റയുടെ വാല്യൂ വരുന്നത് എത്രയാണെന്നറിയോ, 90 ഡിഗ്രിയാണ്. സോ ഡിയർ സ്റ്റുഡൻസ്, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ആംപിയർ സർക്യൂട്ടൽ ലോ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെക്റ്റർ B ഡോട്ട് വെക്റ്റർ DL ഈക്വൽ ടു μ0I. അവിടെ ആംബീരിയൻസ് ലൂപ്പിനെ കുറിച്ചും അതുപോലെ തന്നെ അത് ഗോസ് തിയറത്തിന്റെ ഒരു കൗണ്ടർ പാർട്ടാണ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് BDL കോസ് തീറ്റയാണ്. അപ്പോൾ ഇവിടെ സി മാഗ്നറ്റിക് ഫീൽഡും അതുപോലെ തന്നെ DLഉം തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആവുമ്പോൾ കോസ് 90യുടെ വാല്യൂ എത്രയാണ്, കോസ് 90 അല്ലെങ്കിൽ കോസ് 90 അത് 0 ആയിരിക്കും. കോസ് 90ന്റെ വാല്യൂ എത്രയാണ്, 0. ആ ഒരു കോൺസെപ്റ്റ് കൊണ്ട് തന്നെ ഈ പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുന്ന ലൈക്ക് AD എന്ന് പറയുന്ന പാർട്ടും BC എന്ന് പറയുന്ന പാർട്ടിലും നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഇല്ല. അപ്പൊ ആ 2 പാർട്ടും കഴിഞ്ഞു. പിന്നെ ബാക്കി വരുന്ന പാർട്ട് ആരാണ്, AB മാത്രമേ ഉള്ളൂ. അപ്പൊ ABയെ കുറിച്ച് തിങ്ക് ചെയ്യുമ്പോൾ സി ഇവിടെ കൊടുത്തിട്ടുണ്ട് നോക്കൂ. AB എന്ന് പറയുമ്പോൾ ഇതാ കോസ് ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ എന്ന് പറയുന്ന ആംഗിള് 0 ആയിരിക്കും. ഡിയർ സ്റ്റുഡന്റ്, കോസ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1 ആണ്. അത് ആർക്കാണ് അറിയാത്തത് അല്ലെ? കോസ് 0 നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. കോസ് 0 1ഉം കോസ് 90 0യും ആയിരിക്കും.
അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് എന്ത് കിട്ടുന്നു? ബി ഡി എൽ എന്ന് കിട്ടും. ബി കോമൺ ആക്കി പുറത്തെടുത്തു. ദെൻ ബാക്കി വരുന്നത് എന്താ? ഡി എൽ എന്ന് വരും. ഡി എൽ എന്ന് പറയുമ്പോൾ അത് ലൈക്ക് ടോട്ടൽ ലെങ്ത്, ഇന്റഗ്രൽ കോൺസെപ്റ്റും കൂടിയും വരുമ്പോൾ ടോട്ടൽ ലെങ്ത് ആണ് അതിന്റെ മീനിങ്. ടോട്ടൽ ലെങ്ത് എന്ന് പറയുമ്പോൾ ആ ഡി എൽ എന്ന് പറയുന്നത് എല്ലായിട്ടും മാറും. സോ നോക്കൂ, സി ഇവിടെ നമുക്ക് കിട്ടുന്നത് ബി എൽ എന്ന് മാത്രമാണ്. അപ്പൊ ബാക്കി വരുന്ന കോസ് 90 പാർട്ടും ഔട്ട്സൈഡ് പാർട്ടും അതുപോലെ തന്നെ ഇവിടെയും 90 പാർട്ടും അത് 0 ആയി പോകുന്നു. സോ റിമൈനിങ് പാർട്ട് ദാറ്റ് ഈസ് ബി ഇൻറ്റു എൽ മാത്രമായിട്ട് നമുക്ക് മാറി വരും. ഇനി ഈ ബി ഡി എൽ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ? മ്യൂ0 ഐനോട് ഈക്വൽ ആണ്. അത് എവിടെ നിന്നാ പഠിച്ചേ? ആംബിയേഴ്സ് സർക്യൂട്ടൽ ലോയിൽ നിന്നാണ് നമ്മൾ പഠിച്ചത്. എൻ നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ അത് എന്തായിട്ട് മാറും? മ്യൂ0 NI ആയിട്ട് മാറും. എന്തായിട്ട് മാറും? മ്യൂ0 NI ആയിട്ട് മാറും. സോ ഇക്വേഷൻ ബി എൽ ഈക്വൽ ടു എന്ത് വന്നു? മ്യൂ0 NI എന്ന് വന്നു. ഇനി എന്താണ് ക്യാപിറ്റൽ ലെറ്റർ എന്നും സ്മോൾ ലെറ്റർ എന്നും തമ്മിലുള്ള റിലേഷൻ? അതും കൂടി നിങ്ങൾ ഓർത്ത് വെക്കണം. ഓക്കെ, സോ സ്മോൾ ലെറ്റർ എൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസിനെ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ് മീനിങ്. എന്താണ്? ഐ വിൽ റിപ്പീറ്റ് വൺസ് അഗെയിൻ. സ്മോൾ ലെറ്റർ എൻ ഈക്വൽ ടു ക്യാപിറ്റൽ എൻ ബൈ എൽ ആണ്. അപ്പൊ എത്ര നമ്പർ ഓഫ് ടേൺസ് ഉണ്ട് ഒരു സോളിനോയിഡ് എന്നുള്ളതിനെ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ n കിട്ടും. അതായത് സ്മോൾ ലെറ്റർ n നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? ടേൺസ് പെർ മീറ്റർ എന്നോ അല്ലെങ്കിൽ പ്രാക്ടിക്കലി സെന്റിമീറ്റർ എന്നോ എന്നൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ യു ഹാവ് ടു ടേക്ക് കെയർ ഇഫ് ദ യൂണിറ്റ് ഈസ് ടേൺസ് പെർ മീറ്റർ or turns per centimeter or turns per millimeter, you should convert or you have to take that as the small letter n number of turns. Then how we can take? They will means we have to divide by capital letter L for getting small letter n. Capital letter n ആണെങ്കിൽ അവിടെ ടേൺസ് പെർ മീറ്റർ എന്നൊന്നും ഉണ്ടാകില്ല. സ്മോൾ ലെറ്റർ n ആണെങ്കിൽ അത് ടേൺസ് പെർ സെന്റിമീറ്റർ എന്നോ ടേൺസ് പെർ മില്ലിമീറ്റർ എന്നോ ടേൺസ് പെർ വട്ടെവർ ബി ദ യൂണിറ്റ് ഓഫ് ലെങ്ത് വെച്ചിട്ട് ഡിവിഷൻ ചെയ്തിട്ടുണ്ടാകും. അത് ക്ലിയർ ആയിട്ട് ഓർത്ത് വെക്കുക. സോ ഫൈനലി ദ ഇക്വേഷൻ വിൽ കം ബി ഈക്വൽ ടു, ഈ എല് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? മ്യൂ0 NI ബൈ എൽ എന്നായിട്ട് മാറും. ഐ വിൽ റിപ്പീറ്റ് വൺസ് അഗെയിൻ. ഒന്നുകൂടി നോക്കിക്കോളൂ എങ്ങനെയാണ് ആ ഒരു കോൺസെപ്റ്റ് പോകുന്നത് നോക്കാം. First of all, you have to learn the figure. After, you have to think about the one rectangular shape concept. Out of these, we will get the magnetic field in from one side only, that is nothing but AB, because that AB part having angle theta or angle between B and DL is the theta, that is nothing but along or 0 degree Celsius or parallel concept. The remaining one side, one is CD outside, other one like AD and BC, each is that should be perpendicular. That means theta equal to 90 degree. Am I right? So here all the remaining part will go. So finally we will get that is µ0. If we have number of turns Ni, that is µ0 Ni equal to, the equation will come like B integral dl. Integral dl means the total dl, we can assume it is nothing but L only, that is BL equal to µ0 Ni. So this is the final equation. Then we can say small letter n equal to capital letter N by L. After we can take B equal to µ0 Ni by L. Very, very easy. This is the concept of solenoid and this is the equation of magnetic field inside the solenoid. Okay, so hope the concept is cleared for all.
അപ്പൊ എല്ലാവർക്കും ഈ ഒരു ടോപ്പിക്കുമായി ഒരു കോൺസെപ്റ്റും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോളിനോയിഡ് കഴിഞ്ഞാൽ ഐ ആം മൂവിങ് ടു ദ നെക്സ്റ്റ് കോൺസെപ്റ്റ്. ഓക്കെ, ശ്രദ്ധിക്കൂ. നെക്സ്റ്റ് പറയുന്നത് ഫോഴ്സ് ബിറ്റ്വീൻ ടു പാരലൽ കറന്റ് ക്യാരിയിങ് കണ്ടക്ടേഴ്സ്. ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് രണ്ട് കണ്ടക്ടേഴ്സിനെ കാണാം. ആ രണ്ട് കണ്ടക്ടേഴ്സും പാരലൽ ആയിട്ടാണ്, അതായത് ഒന്ന് മറ്റൊന്നിന്റെ അടുത്തതാ ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ കറന്റ് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇവിടെ IA ഉണ്ട്, ഇവിടെ എന്തുണ്ട്, IB ഉണ്ട്. ഇൻ ബിറ്റ്വീൻ ആ രണ്ട് കണ്ടക്ടേഴ്സും ഡിയർ സ്റ്റുഡൻസ് ദേ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് സ്മോൾ d. ഓക്കെ, അപ്പൊ അത് കൊടുത്തിട്ടുണ്ട്. ആഫ്റ്റർ സി, ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ഫോഴ്സിന്റെ എക്സ്പീരിയൻസ് എഫക്റ്റ് ഉണ്ടാവും. ദെൻ എക്സാക്ട് ഇങ്ങോട്ടും ഒരു ഓപ്പോസിറ്റ് ഫോഴ്സ് ഉണ്ടാവും. ആഫ്റ്റർ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ നിന്ന് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട്സൈഡ്. സോ ഇവിടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒരു പാരലൽ കറന്റ് ക്യാരിയിങ് കണ്ടക്ടേഴ്സിന്റെ അതിൻ്റെ അകത്തുണ്ടാകുന്ന ഫോഴ്സും അവിടെയുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെയും ഒരു പിക്ടോറിയൽ റെപ്രസെന്റേഷൻ. ആഫ്റ്റർ ഓൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, അപ്പൊ രണ്ട് പാരലൽ കണ്ടക്ടേഴ്സ് ഉണ്ട് അല്ലെ, എയും ബിയും ഉണ്ട്, ഡിസ്റ്റൻസ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നമുക്കറിയാം ബിയുടെ ഇക്വേഷൻ നേരത്തെ നമ്മൾ പഠിച്ചതാണ്, μ0I/2πr എന്ന് പഠിച്ചതാണ്. ഇവിടെ രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ d ആണ്, ആയതുകൊണ്ട് തന്നെ സോ 2πd എന്ന് വരും. ആഫ്റ്റർ ഫോഴ്സിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് I × L × B എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ പഠിച്ചതാണ്. സോ ആ ഒരു ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ FBA, അതായത് BA എന്ന് പറയുന്ന ഒരു കണ്ടക്ടറിലേക്ക് മറ്റൊരു കണ്ടക്ടറിലൂടെ കറന്റ് ഫ്ലോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സ്, അതാണ് FBA കൊണ്ട് മീൻ ചെയ്യുന്നത്. സി, അതിന്റെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്, IB × L × BA. അപ്പൊ കറന്റ് IB ആണ്, ലെങ്ത് L ആണ്, അത് രണ്ട് കണ്ടക്ടറിന്റെയും. അതേപോലെ തന്നെ അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡോ BA ആണ്. അപ്പൊ ശ്രദ്ധിക്കണം, FBA എന്ന് പറയുമ്പോൾ കറന്റ് എടുക്കേണ്ടത് IB ആണ്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നതോ A ആണ്. FBA എന്ന് പറയുമ്പോൾ ആദ്യം വരുന്ന ലെറ്റർ B ആണ്. ദാറ്റ് മീൻസ് യു ഹാവ് ടു കീപ് ഇൻ മൈൻഡ് ആ ഒരു കറന്റ് IB ആണ്. ദെൻ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത് A ആയിട്ട് കൺസിഡർ ചെയ്യണം. ആഫ്റ്റർ FBA അല്ലെ, ബിയുടെ ഇക്വേഷൻ തൊട്ട് മുമ്പ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് μ0IA/2πd ആയിരുന്നു അല്ലെ, അത് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ μ0 ഉണ്ട്, IA ഉണ്ട്, IB ഉണ്ട്, L/2πd. ദിസ് ഈസ് ദ ഇക്വേഷൻ ഓഫ് FBA. ആസ് ലൈക്ക് FABയും നിങ്ങൾക്ക് എടുക്കാം. FAB എടുക്കുകയാണെങ്കിൽ ഇവിടെ ഇക്വേഷൻ എന്ത് വരും, FAB വരുമ്പോൾ ആദ്യം IA വരും, L വരും, പിന്നെന്താ വരിക, മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെ BA എടുത്ത സ്ഥിതിക്ക് അല്ലെ, രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് BA അല്ല, അപ്പൊ ഒന്ന് BA ആണെങ്കിൽ അടുത്ത എന്തായിരിക്കും, BB ആയിരിക്കും. ആ ഒരു പ്രോസസ്സിൽ നമുക്ക് ആ ഇക്വേഷൻസിനെ കൊണ്ടുപോകാം. രണ്ട് കേസിലും മാഗ്നറ്റിക് ഫീൽഡിന്റെ, അതായത് ഫോഴ്സ് BA അല്ലെങ്കിൽ FAB വാല്യൂ നമുക്ക് ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. സോ ആ ഒരു കോൺസെപ്റ്റ് ആണ് ഇവിടെ ഓർത്തു വെക്കേണ്ടത്. പാരലൽ കറന്റ്, രണ്ട് വയേഴ്സ് ഉണ്ട്, ഇൻ ബിറ്റ്വീൻ ഡിസ്റ്റൻസ് ഉണ്ട്, ഫോഴ്സ് ക്രിയേഷൻ, മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേഷൻ. അത് കഴിഞ്ഞിട്ട് അതിന് ഒരു ഫൈനൽ ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ ആണെങ്കിൽ അടുത്ത പാർട്ടിലേക്ക് പോവാം. നെക്സ്റ്റ് സി, ബയറ്റ്-സവാർട്ട് ലോ ആൻഡ് ദ ലോറൻസ് ഫോഴ്സ്. അത് ആക്ച്വലി ന്യൂട്ടൺസ് തേർഡ് ലോയുടെ ഒരു കോൺസെപ്റ്റ് ഒബേ ചെയ്യുന്നുണ്ട് എന്നൊരു കോൺസെപ്റ്റ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പാരലൽ കറന്റ് അട്രാക്ട് ആൻഡ് ആന്റി പാരലൽ കറന്റ് റിപ്പൽ. അപ്പൊ നേരത്തെ ഞാൻ FAB FBA എന്ന് പറഞ്ഞില്ലേ, അതാണ് ആ കോൺസെപ്റ്റ് വെക്കുന്നത്. ഈ ന്യൂട്ടൺസ് തേർഡ് ലോ എന്താ, ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ആ ഒരു കോൺസെപ്റ്റ് എവിടെ നമുക്ക് അപ്ലിക്കബിൾ ആണ്, പാരലൽ, ബയറ്റ്-സവാർട്ട് ലോ ആൻഡ് ദ ലോറൻസ് ഫോഴ്സ് ഈ ദ റിസൾട്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ന്യൂട്ടൺസ് തേർഡ് ലോ. അപ്പോൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഈ പാരലൽ വയേഴ്സിന്റെ കേസിലൊക്കെ അപ്ലിക്കബിൾ ആണ് എന്നുള്ളതും, മോർ ഓവർ പാരലൽ കറന്റ്സ് അട്രാക്ട് ആൻഡ് ആന്റി പാരലൽ കറന്റ് റിപ്പൽ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പാരലൽ കറന്റ്, ഒരു രണ്ട് വയേഴ്സിലൂടെ മുകളിലേക്ക് പാരലായിട്ട് കറന്റ് ഫ്ലോ ചെയ്യുന്ന കേസിൽ പാരലൽ കറന്റ് ആണെങ്കിൽ അട്രാക്ഷൻ നടക്കുകയും ആന്റി പാരലൽ കറന്റ് ആണെങ്കിൽ റിപ്പൾഷൻ നടക്കുകയും എന്നുള്ള കോൺസെപ്റ്റ് എല്ലാവരും ഓർത്തു വെക്കണം.
സോ സ്റ്റുഡൻസ്, ദ ലാസ്റ്റ് പാർട്ട്, ഒരു ആംപിയർ ഇലക്ട്രിസിറ്റിയുടെ കറന്റിന്റെ SI യൂണിറ്റ് ആണ് അല്ലെ ആംപിയർ എന്ന് പഠിച്ചിട്ടുണ്ട്. എങ്ങനെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ അല്ലെങ്കിൽ ഈ പഠിച്ച ലാസ്റ്റ് പ്രീവിയസ് ക്ലാസ്സുകളിൽ പഠിച്ച ഇക്വേഷനെ ബേസ് ചെയ്ത് ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരുന്നത് എന്നാണ് റൈറ്റ് നൗ നമ്മൾ നോക്കാൻ പോകുന്നത്. വരൂ. സോ ഇവിടെ FBയുടെ ഇക്വേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെ, μ0 IA IB by 2πd. കോൺസെപ്റ്റ് ഇതാണ്. കറന്റ് 1 ആംപിയർ എന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഇക്വേഷൻ ഡിസ്റ്റൻസ് 1 മീറ്ററും എടുത്തെങ്കിൽ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? ദാറ്റ് ഈസ് μ0 into 1 divided by 2π into 1 എന്ന് വരും. That is, it will be 4π into 10 raised to minus 7 divided by 2π എന്ന് വരും. പൈ ക്യാൻസൽ ചെയ്യും അല്ലെ. ബാക്കി വരുന്നത് എന്താ? 2ഉം 4ഉം ക്യാൻസൽ ചെയ്തു. സോ ആൻസർ വരുന്നത് എന്താ? 2 into 10 raised to minus 7 എന്നുള്ളതാണ് ഫൈനലി നമുക്ക് കിട്ടുന്ന ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫോഴ്സിന്റെ ഇക്വേഷൻ അല്ലെ നമുക്ക് കിട്ടിയത് എന്താ? 2 into 10 raised to minus 7. സോ അതിന്റെ മുകളിൽ, അത് ന്യൂമറേറ്ററിൽ ഫോഴ്സ് ഉണ്ടായിരുന്നു അല്ലെ, ന്യൂട്ടൺ ഉണ്ടായിരുന്നു. ദെൻ നമുക്ക് എന്തുകൊണ്ടാണ് അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് താഴത്തെ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നില്ല അല്ലെ. അപ്പോ അതിന്റെ യൂണിറ്റ് നമുക്ക് എങ്ങനെ എഴുതാം? ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് എഴുതാം. അതായത് ഫോഴ്സ് പെർ ലെങ്ത് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആകുമ്പോൾ ന്യൂട്ടൺ പെർ മീറ്റർ എന്നും, അല്ലെങ്കിൽ വെറും ഫോഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ അതിനെ ന്യൂട്ടൺ എന്നും എഴുതാം. അതാണ് ആ ഒരു കോൺസെപ്റ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ആഫ്റ്റർ ലൈക്ക് ദ ആംപിയറിന്റെ ഡെഫിനിഷൻ എന്താണ് സംഭവിക്കുന്നത്? രണ്ട് പാരലൽ വയേഴ്സ് ഉണ്ട്. അതിലൂടെ 1 യൂണിറ്റ് കറന്റ് അല്ലെങ്കിൽ 1 ആംപിയർ കറന്റ് ഫ്ലോ ചെയ്യുന്നു. ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് d. അങ്ങനെയാണെങ്കിൽ 1 മീറ്റർ apart in vacuum would produce a force equal to 2 into 10 raised to minus 7. That much force. ഓരോ മീറ്ററിലും 2 into 10 raised to minus 7 മീറ്റർ അത്രയ്ക്കും ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് 1 ആംപിയറിന്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ ഡെഫിനിഷൻ ഓഫ് ആംപിയർ എന്നുള്ള ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് മനസ്സിലാകുന്നത്. ആഫ്റ്റർ, ഡിയർ സ്റ്റുഡൻസ്, ഐ എം മൂവിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്. ഈ ഒരു ടോപ്പിക്കില് ടോർക്ക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. സോ ടോർക്കിനെ കുറിച്ച് പറയുമ്പോൾ ടോർക്ക് ഓൾറെഡി നമുക്കറിയാവുന്നതാണ്. +1 സിസ്റ്റംസ് ഓഫ് റൊട്ടേഷണൽ അല്ലെ, സിസ്റ്റംസ് ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഫോഴ്സിനെ കുറിച്ചും അതുപോലെ തന്നെ റൊട്ടേഷണൽ ഫോഴ്സ് എന്ന് പറയുന്ന ടോർക്ക് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ആക്ച്വലി എന്താണ് ടോർക്ക്? ലീനിയർ കേസിൽ നമ്മൾ ഫോഴ്സ് എന്താണോ പഠിക്കുന്നത് ആ ഒരു കോൺസെപ്റ്റിനെ ആംഗുലാറിലേക്ക് മാറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടോർക്ക് എന്ന് വിളിക്കുന്നത്. സോ ടോർക്ക് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മളൊക്കെ വിൻഡോ അതുപോലെ ഡോറൊക്കെ ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പൊ ഒരു ഡോർ അല്ലെ, ഇപ്പൊ ഒരു ഡോറിന്റെ എക്സാമ്പിൾ എടുക്ക്. ഇതുപോലൊരു ഡോർ, ഇവിടെ ഒരു ഹിഞ്ച് ഉണ്ട്, എന്നിട്ട് ഇവിടെ ഇതുപോലെ ഡോറ് വെച്ചിട്ടുണ്ടാവും. സംഭവിക്കുന്നത് എന്താ? നമ്മൾ ഇവിടെ ഒരു ഫോഴ്സ് കൊടുക്കും അല്ലെ. ഡോറിന്റെ ഒരു എൻഡിലാണ് നമ്മൾ ഫോഴ്സ് കൊടുക്കുക. അപ്പോൾ എന്താണ്? വളരെ ഈസി ആയിട്ട് ആ ഡോറിനെ ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാൻ നമുക്ക് കഴിയും. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഈ എഡ്ജിൽ കൊടുക്കുന്നതിന് പകരം ഈ ഒരു പോയിന്റിലോ ആണ് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നതെങ്കിൽ എഡ്ജിൽ കൊടുക്കുന്നതിന്റെ അത്രയും ഈസിനെസ്സോട് കൂടി നമുക്ക് ആ ഡോറിനെയോ അല്ലെങ്കിൽ ഒരു വിൻഡോയെയോ ക്ലോസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം ടോർക്കിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് അല്ലെ. അപ്പോൾ ഡിസ്റ്റൻസ് എത്ര കണ്ട് കൂടുന്നോ, ഹിഞ്ചിൽ നിന്ന് ആക്സിസിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് അകലത്തിലാണോ അതിരിക്കുന്നത് അത്രയ്ക്കും ടോർക്ക് കൂടുതൽ കിട്ടും. അപ്പൊ ഡിസ്റ്റൻസ് കുറഞ്ഞാൽ ടോർക്ക് കുറയുകയും അപ്പോൾ അത് അടക്കാൻ നമുക്ക് കുറച്ച് ഡിസ്കംഫേർട്ട് അല്ലെങ്കിൽ ഡിഫിക്കൽട്ടീസ് ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പൊ അതാണ് ടോർക്കിന്റെ ബേസിക്സ്. അതിന്റെ SI യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ ആണ് എന്നുള്ള കോൺസെപ്റ്റ് ഒക്കെ നമ്മൾ ലാസ്റ്റ് ഇയർ +1 നമ്മൾ പഠിച്ചതാണ്. ആഫ്റ്റർ കം ടു അവർ ടോപ്പിക്. ഇപ്പൊ ഇവിടെ ടോർക്ക് പറയുന്നത് പോലെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പ്രീവിയസ് ലെസൺസിൽ നിങ്ങൾ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ ഒരു നോർത്ത് സൗത്ത് ഒരു മാഗ്നറ്റ് ഉണ്ട് അല്ലെ, പോൾ ഉണ്ട്. ഒരു പോള് നോർത്തും മറ്റൊരു പോള് സൗത്തുമാണ്. നോർത്തിൽ നിന്ന് ലൈൻസ് ഓഫ് ഫോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയും സൗത്തിൽ അത് എൻഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ ഫോളോ ചെയ്യാറുള്ളത്. അപ്പോൾ
അവിടെ ഒരു റെക്ടാങ്കുലർ കോയിൽ വെച്ചിട്ടുണ്ട്. സി അത് ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്നുണ്ട്. ആഫ്റ്റർ ആ ഒരു കോയിലിന് വരുന്ന റൊട്ടേഷൻ ഒമേഗ എന്ന് പറയുന്ന അൻഗുലാർ വെലോസിറ്റിയിൽ നമ്മൾ അത് കാണിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് അതിന്റെ ഡിഫറെന്റ് സൈഡ്സ് കൊടുത്തിട്ടുണ്ട്. സി എ ബി സി ഡി അതിന്റെ കോർണേഴ്സ് ആണ് അല്ലെ. എ ബി ഒരു സൈഡാണ്, സി ഡി ഒരു സൈഡാണ്, സ്മോൾ ബി ഒരു സൈഡ് ആക്കി എടുക്കാം. ദെൻ ഇപ്പുറത്ത് കറന്റ് ഉണ്ട്, അതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഈ സ്മോൾ എ ഒരു സൈഡ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഫിഗർ ആണ് നിങ്ങൾക്ക് അതിൽ കാണാൻ കഴിയുന്നത്. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ഒരു കോയിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഫിസിക്സിന്റെ കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. സി വാട്ട് എവർ. സോ ഹിയർ കോൺസെപ്റ്റ് പറയുന്ന ഒരു റെക്ടാങ്കുലാർ കറന്റ് ക്യാരിയിങ് ഉണ്ട്, അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. സോ ഫോഴ്സ് ഓൺ എ ഡി ആൻഡ് ബി സി ഈസ് 0. സി ഇവിടെ എ ഡി എന്ന് പറയുന്ന ഒരു പാർട്ടും ഉണ്ട്, ബി സി എന്ന് പറയുന്ന പാർട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവിടെ ഫോഴ്സ് 0 ആവുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി അവിടെ തീറ്റയുടെ വാല്യൂ 0 ആയിരിക്കും. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ ഫോഴ്സിന്റെ ഇക്വേഷൻ BIL സൈൻ തീറ്റ. അപ്പോൾ തീറ്റ എന്ന് പറയുന്ന ആ ഒരു ആംഗിള് 0 ആണെങ്കിൽ പിന്നെ ആ ഒരു സൈഡ് കൊണ്ട് അവിടെ എന്തെങ്കിലും ഫോഴ്സ് ഉണ്ടാവോ? ഫോഴ്സ് ഉണ്ടാവില്ല. ശരിയല്ലേ? തീറ്റ 0 എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് അവിടുത്തെ പോകുന്നത്. ഇനി നോക്കൂ, അടുത്ത 2 പോയിന്റ് എടുത്തിട്ടുണ്ട്. ഫോഴ്സ് ഓൺ എ ബി ആൻഡ് സി ഡി, അതായത് ഫോഴ്സ് ഓൺ എ ബിയും ഫോഴ്സ് ഓൺ സി ഡിയും. സി എ ബി എന്ന് പറയുന്ന ഒരു പാർട്ടും സി ഡി എന്ന് പറയുന്ന ഒരു പാർട്ടും. അപ്പൊ എ ബിയിലും സി ഡിയിലും അതെങ്ങനെയാണ്? പെർപെൻഡിക്കുലർ ആയിട്ടാണ് നിൽക്കുന്നത്. പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുമ്പോൾ തീറ്റയുടെ വാല്യൂ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. എഫിന്റെ ഇക്വേഷൻ BIL സൈൻ 90 ആണ്. അപ്പോൾ ഈ 2 സൈഡിലും ഫോഴ്സ് സിമിലർ ആകുമ്പോൾ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. എന്തായിട്ട് വന്നു? ഫോഴ്സ് ഓൺ സി ഡി ഈക്വൽ ടു L ഇൻറ്റു അല്ലെ. അപ്പൊ അവിടുത്തെ ലെങ്ത് ഇൻറ്റു അവിടുത്തെ എന്താ പറയാ മാഗ്നറ്റിക് ഫീൽഡ്, അവിടുത്തെ കറന്റ്. ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് എഴുതിയത് നോക്കൂ. BIL സൈൻ തീറ്റ എന്നുള്ളത് അല്ലെ. ഇക്വേഷൻ വന്നിട്ട് എന്തുണ്ടായിരുന്നു നോക്കൂ. ഇവിടെ ഫോഴ്സ് ആദ്യം എന്ത് വേണം? BIL അല്ലെ. കറന്റ് വേണം, കറന്റ് ഉണ്ട്. ദെൻ ഒരു ലെങ്ത് വേണം, മാഗ്നറ്റിക് ഫീൽഡ് വേണം. അപ്പൊ ഇവിടുത്തെ ലെങ്ത് B ആയിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതും B ആണ്, ഈ സൈഡിലും B ആണ്. അതുകൊണ്ടാണ് BIB സൈൻ 90 എന്ന് വരും, BIB എന്ന് വരും. ഇനി അത് രണ്ടും സംഭവിക്കുന്നത് എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സൈഡിൽ ഉണ്ടാകുന്നത് മുകളിലേക്കാണെങ്കിൽ അതർ സൈഡിലൂടെ കറന്റ് ഓപ്പോസിറ്റ് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ലീനിയർ ഫോഴ്സ്, ട്രാൻസ്ലേഷണൽ ഫോഴ്സ്, അത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ് അല്ലെ. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒന്നിങ്ങനെ പോകുന്നു, ഒന്നിങ്ങനെ വരുന്നു. അതിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയി കഴിഞ്ഞാൽ പിന്നെ അത് എന്തെങ്കിലും ഉണ്ടാവോ? ഉണ്ടാവില്ല. 5 - 5 എന്താ? 0. 10 - 10 എന്താ? 0. 20 - 20 എന്താ? 0. അപ്പൊ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് വരുന്ന സമയത്ത് അവിടെ ട്രാൻസ്ലേഷണൽ ഫോഴ്സ് ഉണ്ടാവില്ല, ബട്ട് അവിടെ റൊട്ടേഷണൽ ഫോഴ്സ് ഉണ്ടാകും. സോ റൊട്ടേഷണൽ ഫോഴ്സ് ഉണ്ടായത് കൊണ്ട് തന്നെ ഇത് കടന്ന് കറങ്ങാൻ തുടങ്ങും. അപ്പൊ ടോർക്ക് ഉണ്ടാവുന്നു. അപ്പൊ ട്രാൻസ്ലേഷണൽ ഫോഴ്സ് 0 ആവുകയും ബട്ട് റൊട്ടേഷണൽ ഫോഴ്സ് ഉണ്ടാവുകയും ചെയ്യുന്നു. സോ ടോർക്ക് ഉണ്ടാവുന്നു. അങ്ങനെയാണ് ടോർക്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അപ്പൊ ടോർക്കിന്റെ ഇക്വേഷൻ ഓൾറെഡി നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോഴ്സിനെ പെർപെൻഡിക്കുലർ കൊണ്ട് ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടോർക്ക് എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ IBB ആണ്. സി നോക്ക്, IBB ഉണ്ട് അല്ലെ. സോ അതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്മോൾ ലെറ്റർ A ആണ്. സീത ഇവിടെ നിങ്ങൾക്ക് കാണാം ആ 2 സൈഡ്സുകൾ തമ്മിലെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്താണ്? A ആണ്. അപ്പൊ അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നോക്കൂ കിട്ടിയത് B അതുപോലെ തന്നെയുണ്ട്, സ്മോൾ b അതുപോലെ ഉണ്ട്, A ഉണ്ട്, I ഉണ്ട്. ബട്ട് ഈ A ഇൻറ്റു B എന്താ? ഒരു സ്ക്വയർ അല്ലെങ്കിൽ ഒരു റെക്ടാങ്കിൾ ഒക്കെ വരുമ്പോൾ അതിന്റെ നീളം ഇൻറ്റു വീതി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അല്ലേ. അപ്പൊ അത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഇക്വേഷൻ എങ്ങനെ വന്നത്? BAI എന്ന് വന്നു. ഇനി n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ ആ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? n നമ്പർ ഓഫ് ടേൺസ് എങ്കിൽ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? ബനി എന്നായിട്ട് മാറും. സോ ടോർക്ക് ഈക്വൽ ടു നമുക്ക് എങ്ങനെ പറയാം? BANI എന്ന് പറയുന്ന ഒരു ഇക്വേഷനിലേക്ക് അതിനെ കൊണ്ടുപോകാം. അല്ലെങ്കിൽ സിംപ്ലി നമ്പർ ഓഫ് ടേൺസ് 1 ആണെങ്കിൽ ഇറ്റ് വിൽ ബി B ഇൻറ്റു A ഇൻറ്റു I. B എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ്, അതിന്റെ SI യൂണിറ്റ് ടെസ്ലയാണ്. A എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്, SI യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. ദെൻ ബാക്കി വന്നിട്ടുള്ളത് എന്തായിരുന്നു? I എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്, അത് കറന്റ് ആണ്, SI യൂണിറ്റ് ആംപിയർ ആണ്. അപ്പോൾ ഈ ഒരു പാർട്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു.
എല്ലാവരും അത് ഓർത്തു വെക്കണം കേട്ടോ. അടുത്ത പാട്ടിലേക്ക് പോവാം. ഇത് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത സ്ലൈഡിൽ വരുന്നത് സി നോക്ക്. When the plane of the loop makes an angle with the magnetic field, we take the angle between the field and the normal to the coil to be angle theta. അപ്പൊ നേരത്തെ അവിടെ ഒരു ആംഗിൾ ഡിഫറൻസ് കൊടുത്തിരുന്നില്ല, ഇവിടെ ഒരു ആൻഗുലാർ ഡിഫറൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ ഇക്വേഷൻസ് വരിക എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സി അപ്പൊ ആ ഒരു കേസിൽ ടോർക്ക് ഈക്വൽ ടു എന്തായിട്ട് ഇക്വേഷൻ വരും? നേരത്തെ കിട്ടിയ ആ ഒരു BANI അല്ലെങ്കിൽ BAIന്റെ കൂടെ എന്തുകൂടി ഇൻക്ലൂഡ് ചെയ്യണം? സൈൻ തീറ്റ കൂടി ഇൻക്ലൂഡ് ചെയ്യണം. സോ ദ ഇക്വേഷൻ എന്തായിട്ട് മാറും? ബാനി സൈൻ തീറ്റ. എളുപ്പത്തിൽ BANI അല്ലെങ്കിൽ NIAB എന്നൊക്കെ പഠിച്ചു വെക്കാം കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി മാഗ്നറ്റിക് മൊമെന്റിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, NIA അല്ലെങ്കിൽ ANI എന്നൊക്കെ പഠിച്ചു വെച്ചാൽ സ്മോൾ ലെറ്റർ M ആണ്. മാഗ്നറ്റിക് മൊമെന്റിനെ നമുക്ക് അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഫൈനലി ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? MB സൈൻ തീറ്റ എന്നും ഇറ്റ് വിൽ ബി M ക്രോസ് B എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോ നേരത്തെ കേസില്, പ്രീവിയസ് കേസില് ആൻഗുലാർ ഡിഫറൻസ് നമ്മൾ കൺസിഡർ ചെയ്തിരുന്നില്ല. ഇവിടെ ഒരു തീറ്റ എന്ന് പറയുന്ന ആംഗിൾ കൊണ്ടുവരുന്നുണ്ട്. സോ ആ ഒരു ഫിഗർ ആണിത്. നോർത്ത് സൗത്ത് നേരത്തെ വരച്ച പോലെ ABCD ഒക്കെ ഉണ്ട്, പക്ഷെ ഒന്ന് ചെരിച്ച് ബെൻഡ് ചെയ്ത് കർവ് ആക്കിയിട്ടാണ് വരച്ചിട്ടുള്ളത്. സോ സൈൻ തീറ്റ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൂടി നമ്മൾ അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം. സോ ദ ഫൈനൽ ഇക്വേഷൻ ദാറ്റ് വിൽ കം ടോ ഈക്വൽ ടു ബാനി സൈൻ തീറ്റ. അതിൽ NIA എന്ന് പറയുന്ന ടേം, അതായത് നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു കറന്റ് ഇൻറ്റു ഏരിയയെ നമുക്ക് സ്മോൾ ലെറ്റർ M കൊണ്ട്, അതായത് മാഗ്നറ്റിക് മൊമെന്റ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ടോ ഈക്വൽ ടു MB സൈൻ തീറ്റ എന്നും, അതിനെ നമുക്ക് ക്രോസ് പ്രൊഡക്റ്റ് ആയിട്ട് വെക്ടർ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാമെന്ന് നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? +1 മോഷൻ ഇൻ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിലും പഠിച്ചിട്ടുണ്ട്. സോ ദ ഫൈനൽ ഇക്വേഷൻ എന്ത് വരും? ടോ ഈക്വൽ ടു M ക്രോസ് B എന്ന് കൊണ്ടുവയ്ക്കാം. അതിന്റെ SI യൂണിറ്റ് എന്താണ്? ടോർക്കിന്റെ SI യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ എന്നായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നോക്കൂ, സി. ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ഒരു സർക്കുലർ കറന്റ് ലൂപ്പ്, ഒരു മാഗ്നറ്റിക് ഡൈപോൾ ആണെങ്കിൽ അതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് മാത്രമാണ് നമ്മളോട് പറയുന്നത്. സി അതിന്റെ ഇക്വേഷൻ ഓൾറെഡി നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു. B ഈക്വൽ ടു μ0 IR² ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു x² പ്ലസ് R² ഹോൾ റേസ് ടു 3/2. ഈ ഇക്വേഷനിൽ നമ്മൾ മോഡിഫിക്കേഷൻ വരുത്തുന്നത് x ഗ്രേറ്റർ ദാൻ R ആണെന്ന് വെച്ചോ. x ഗ്രേറ്റർ ദാൻ R ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന താഴത്ത് വരുന്ന R² എന്ന് പറയുന്ന ടേമിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അതിനെ റിമൂവ് ചെയ്യാം. അതിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്നത് ന്യൂമറേറ്ററിൽ നോ ചേഞ്ച് μ0 IR² തന്നെയാണ്. ഡിനോമിനേറ്ററിൽ സി ഇവിടെ ഇതെന്തായിട്ട് മാറും? 2 ഇൻറ്റു x² ഹോൾ റേസ് ടു 3/2 എന്നാവുന്നു. ആഫ്റ്റർ ഈ 2ഉം ക്യാൻസൽ ചെയ്തു അല്ലെ. അപ്പോ ബാക്കി വരുന്നത് എന്താ? അവിടെ ക്യൂബ് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ B ഈക്വൽ ടു എന്ത് വരും? μ0 IR² ബൈ 2x³ എന്ന് വരും. വീണ്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? πr² ആണ്. അതിനെ വേണമെങ്കിൽ നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഈ R² അവിടെ ഓൾറെഡി ഉണ്ട് അല്ലെ. അപ്പൊ ഒരു പൈ കൊണ്ട് ഇവിടെ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. ഒരു പൈ കൊണ്ട് അവിടെ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. സോ μ0 I അവിടെ തന്നെ ഉണ്ടാവും. ബട്ട് πr² പകരം ഏരിയ ക്യാപിറ്റൽ ലെറ്റർ A എന്ന് കൊടുക്കാം. മുകളിൽ പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ മാത്രം ചെയ്താൽ പോരാ, ഡിനോമിനേറ്ററിലും ചെയ്യണം. സോ ഡിനോമിനേറ്ററിലും എന്ത് വരും? ആ 2π ടേം കയറി വരുന്നു. സോ 2πx³ എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് അതിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നു. ആഫ്റ്റർ ഫൈനലി B ഈക്വൽ ടു എങ്ങനെ എഴുതാം? μ0 ബൈ 4π 2mx³. അതായത് ഇവിടെ നമ്പർ ഓഫ് ടേൺസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ NIA എന്ന് എഴുതാം അല്ലെ. NIA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മാഗ്നറ്റിക് മൊമെന്റ് ആണ്. സോ ഇവിടെ ഒരു 2 കൊണ്ട് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇക്വേഷൻ ജസ്റ്റ് അറേഞ്ച് ചെയ്യുക. ന്യൂമറേറ്ററിലും ഒരു 2 മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്ററിലും 2 മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഫൈനലി ദ ഇക്വേഷൻ μ0 ബൈ 4π 2mx³ എന്നും എഴുതാം. സോ ഇതാണ് നമുക്ക് ഒരു സർക്കുലാർ ലൂപ്പ് നേരത്തെ ചെയ്തിരുന്ന പ്രൂഫ്, അതിനെ ഒന്ന് മോഡിഫൈ ചെയ്തപ്പോൾ കിട്ടിയ ഇക്വേഷൻ ആണ്. ആഫ്റ്റർ നമ്മൾ കമ്പാരിസൺ ചെയ്യുകയാണെങ്കിൽ സി എവിടെ ആക്സിയൽ ലൈനിലും അതുപോലെ തന്നെ ഡൈപോളിന്റെ കേസിൽ നമ്മൾ ചെയ്ത ഇലക്ട്രിക് ഡൈപോളിന്റെ കേസിൽ ഇവ ഈ ലെസണിൽ ചെയ്തതല്ല.
ആദ്യത്തെ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിച്ച ഡൈപോളിന്റെ കേസിലെ കമ്പയർ ചെയ്യുമ്പോൾ അവിടുത്തെ കിട്ടിയ ഇക്വേഷൻ എന്തായിരുന്നു? 1/4πε0 2p/x³ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആയിരുന്നു അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ ഇക്വേഷൻ വരുന്നത്? μ0/4π2m/x³ ആണ്. ശരിയല്ലേ? സോ സ്റ്റുഡൻസ്, നമ്മൾ കമ്പയർ ചെയ്യാൻ പോവാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ പഠിച്ച ഇക്വേഷനുമായിട്ട് നമുക്ക് ജസ്റ്റ് ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ നോക്കൂ, μ0/4π2m/x³ ആണെങ്കിൽ നേരത്തെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? 1/4πε0 2p/x³ ആണ്. സോ ദർ ഇസ് സം സിമിലാരിറ്റി. അതായത് ഇലക്ട്രോസ്റ്റാറ്റിക്സും മാഗ്നറ്റിസം എന്ന് പറയുന്ന ചാപ്റ്റേഴ്സും അത് ആക്ച്വലി കൗണ്ടർ പാർട്ട് ആണ്. രണ്ടും ഇന്റർ റിലേറ്റഡ് ആണ്. ദർ ഈസ് ലോട്ട് ഓഫ് സിമിലാരിറ്റി, അതുപോലെ തന്നെ ഡിഫറൻസസും ഉണ്ട്. അപ്പൊ രണ്ട് ഇക്വേഷൻസും ജസ്റ്റ് എഴുതി വെച്ചതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പറയാം μ0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/ε0. ഇവിടെ μ0 എന്ന് പറയുന്ന ടേം, അതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേം ഇവിടെ ആരാണ്? 1/ε0 ആണ്. μ0 നമ്മൾ പെർമിബിലിറ്റി എന്ന് വിളിക്കുമെങ്കിൽ ε0 എന്തായിരുന്നു വിളിച്ചിരുന്നത്? പെർമിറ്റിവിറ്റി എന്നാണ് വിളിച്ചിരുന്നത്. അതാണ് ഈ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ എം എന്ന് പറയുന്ന ലെറ്റർ ആണ് യൂസ് ചെയ്തെങ്കിൽ ഇവിടെ ലെറ്റർ ഏതാ? പി ആണ്. എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈപോൾ മൊമെന്റ് ആണ്. എവിടുത്തെ ഡൈപോൾ മൊമെന്റ്? മാഗ്നറ്റിസത്തിന്റെ കേസിലെ ഡൈപോൾ മൊമെന്റ്. പി എന്ന് പറഞ്ഞാൽ എന്താ? അതും ഡൈപോൾ മൊമെന്റ് ആണ്. എവിടുത്തെ? ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഡൈപോൾ മൊമെന്റ്. ഇവിടെ ഡിസ്റ്റൻസ് എന്താ? x³ ആണ്. ഇവിടെ ഡിസ്റ്റൻസ് എന്താ? x³ ആണ്. സോ ദർ ഇസ് സം സിമിലാരിറ്റി. കുറച്ച് ഇക്വേഷൻസ് മാറ്റുണ്ടെങ്കിലും ചില ടേംസ് ഒക്കെ സിമിലർ ആയിട്ട് വന്നിട്ടുണ്ട്. μ0യും ε0യും ഇൻവേഴ്സ് ആണ് എന്നും കൂടി നമുക്ക് ഇത് നോക്കിയിട്ട് പറയാൻ കഴിയും. സോ സ്റ്റുഡൻസ്, ഈ ഒരു പാർട്ടാണ് ഇതിൽ നമുക്ക് ലാസ്റ്റ് വന്നിട്ടുള്ളത്. ആഫ്റ്റർ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് മൂവിംഗ് കോയിലാണ്. സോ എനിവേ, നമ്മൾ എന്തായാലും ഈ ഒരു പാർട്ടോട് കൂടി ഈ ഒരു ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതുവരെയുള്ള നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം. അതിൽ വരുന്ന തിയറീസും അതുപോലെയുള്ള സിമ്പിൾ പ്രോബ്ലംസും എല്ലാവരും പ്രാക്ടീസ് ചെയ്യണം. നമ്മുടെ തിയറി പാർട്ട് കഴിഞ്ഞാൽ നമ്മൾ പ്രോബ്ലം ഡിസ്കഷനും നടത്തുന്നുണ്ട്. അപ്പൊ എന്തായാലും ക്ലാസ് ഇഫക്റ്റീവ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എന്തായാലും ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വളരെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ടുഡേ ദാറ്റ്സ് ഓൾ. അപ്പൊ എന്തായാലും ബൈ, താങ്ക് യു.